നമസ്കാരം പ്രിയമുള്ളവരെ. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ ആ വലിയ ആകാശക്കൂരയ്ക്ക് കീഴിൽ നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു അപൂർവ പ്രതിഭാസം അരങ്ങേറാൻ പോകുന്നുണ്ട്. നാളത്തെ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ വിന്യാസം അത്രമേൽ സവിശേഷമായ ഫലങ്ങളെ ആയിരിക്കും ഭൂമിയിൽ വസിക്കുന്ന നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ആകാശം വെറുമൊരു ശൂന്യത എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു ഊർജ്ജതന്ത്രത്തിൻ്റെ പരീക്ഷണശാലയാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ആകാശം എന്ന് പറയുന്നത്. നാളെ 2026 ജൂലൈ മാസം 20 തിങ്കളാഴ്ചയാണ്. നാളത്തെ ദിവസം ആകാശത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈ പ്രപഞ്ചശക്തികളുടെ വിന്യാസം ഭൂമിയിൽ, പ്രത്യേകിച്ച് ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മൾ മനുഷ്യരിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നത് കൃത്യമായ ശാസ്ത്രീയ ജ്യോതിഷ കണക്കുകൂട്ടലുകളോടെ ഇന്നത്തെ അധ്യായത്തിൽ പൂർണ്ണരൂപമായി നിങ്ങളിലേക്ക് ഇന്നത്തെ വീഡിയോയെ എത്തിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലൂടെ നാളത്തെ ദിവസം നിങ്ങളിലേക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നാളത്തെ ദിവസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. നാളെ കൊല്ലവർഷം 1201 കർക്കിടക മാസം 4-ാം തീയതിയാണ്. ചന്ദ്രൻ്റെ സഞ്ചാരപഥം വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് വരെ അത്തം നക്ഷത്രമായിരിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ സ്വാധീന വലയത്തിലായിരിക്കും നമ്മൾ. അതിനുശേഷമായിരിക്കും ചിത്തിര നക്ഷത്രത്തിൻ്റെ കടന്നുവരവ്. ഇനി തിഥി നോക്കുകയാണെങ്കിൽ നാളെ സപ്തമി തിഥിയാണ് നാളത്തെ ദിവസത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആകാശത്തെ ഗ്രഹങ്ങളുടെ വിന്യാസം എങ്ങനെയാണ് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. പ്രപഞ്ചത്തിൻ്റെ നാഥനാണല്ലോ സാക്ഷാൽ ഭഗവാൻ സൂര്യൻ. ജ്ഞാനത്തിൻ്റെ പ്രതീകമായ വ്യാഴത്തോടൊപ്പം കർക്കിടകം രാശിയിലായിരിക്കും ഭഗവാൻ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ കന്നി രാശിയിലായിരിക്കും. ഇനി ധനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായിട്ട് ശുക്രൻ എന്ന ഗ്രഹത്തെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ശുക്രൻ ചിങ്ങം രാശിയിലും ബുദ്ധി, വിവേകം എന്നിവയുടെ കാരകത്വം വഹിക്കുന്നതായ ഗ്രഹമാണ് ബുധൻ. ബുധൻ മിഥുനം രാശിയിലുമുണ്ട്. ഇനി ശനിദേവനെക്കുറിച്ച് പറയുമ്പോൾ മാന്തി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ശനിദേവനെക്കുറിച്ച് പറയുമ്പോൾ കർമ്മഫലദാതാവാണല്ലോ ശനിദേവൻ. ശനിദേവൻ മീനം രാശിയിൽ തൻ്റെ സ്വാധീനം ഉറപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ചൊവ്വയുടെ കാര്യം വരുമ്പോൾ ഇടവം രാശിയിൽ വളരെയധികം ഊർജ്ജസ്വലനായിട്ടാണ് ചൊവ്വയുടെ നിൽപ്പ്. അപ്പോൾ നോക്കൂ, ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് എത്ര മനോഹരമായ ഒരു വിന്യാസമാണിതെന്ന് നിങ്ങൾക്കിതിനോടകം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ സൂര്യനും വ്യാഴവും കർക്കിടകത്തിൽ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന ഈ സമയം നമ്മൾ മനുഷ്യർ അധിവസിക്കുന്നതായ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വലിയൊരു പോസിറ്റീവ് ഊർജം നാളെ തിങ്കളാഴ്ചയാണ്, നാളത്തെ ദിവസം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ വിന്യാസം വെറും ആകാശ കാഴ്ചയായിട്ട് മാത്രമല്ല കണക്കാക്കേണ്ടത്. അത് ഭൂമിയിൽ ഒരുപാട് പ്രതിഫലനങ്ങൾ ഓരോ ദിവസത്തെയും പോലെ തന്നെ നാളെയും ഉണ്ടാകുന്നു എന്നതും കൂടി മനസ്സിലാക്കേണ്ടതാണ്. കർക്കിടകത്തിലെ സൂര്യ വ്യാഴ സംഗമം വഴി ഭൂമിയിലേക്ക് ഒഴുകി വന്നു ചേരുന്ന അല്ലെങ്കിൽ ഒരു പ്രഭാവമായി വന്നു ചേരുന്നത് ഗുരു ആദിത്യ യോഗത്തിൻ്റെ ഫലങ്ങളായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മനുഷ്യരിൽ വളരെയധികം ആത്മീയമായ ചിന്തകൾ ഉണ്ടാകുന്നതിനും കരുണ ഉണ്ടാകുന്നതിനും, മനുഷ്യരോടായാലും മൃഗങ്ങളോടായാലും അല്ലെങ്കിൽ പരസ്പരം ഒരു കരുണ മനസ്സിൽ വന്നു നിറയുന്നതിനും, പരസ്പരം ഒരു സ്നേഹം വർദ്ധിക്കുന്നതിനും, പ്രകൃതിയിലെ അനുകൂലമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കുമൊക്കെ നാളത്തെ ദിവസം ഈ ഗ്രഹവിന്യാസങ്ങൾ കാരണമായി മാറുന്നുണ്ട്. ഇനി ചന്ദ്രൻ കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ദിവസമായതിനാൽ തന്നെ നാളത്തെ ദിവസം നമ്മൾ മനുഷ്യരുടെ ചിന്തകൾക്ക് തന്നെ വലിയ തോതിലുള്ള വ്യതിയാനങ്ങളും ഒരു വ്യക്തതയും ഒക്കെ വന്നു ചേരും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ നാളത്തെ ദിവസം വളരെ ഉത്തമമാണ്. കാരണം ഈ ഗ്രഹമാറ്റം നാളെ ഭൂമിയിൽ നല്ല ഒരു മികച്ചതായ അന്തരീക്ഷമായിരിക്കും ഒരുക്കി തരുന്നത്. അപ്പോൾ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറും. ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു ഊർജ്ജമാറ്റം, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ളതായ ഒരു ഊർജ്ജമാറ്റം നാളെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കുന്നതായ അല്ലെങ്കിൽ വന്നു ചേരുന്നതായ ദിവസമാണ്. ഇനിയാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ സവിശേഷമായ ഈ ഗ്രഹവിന്യാസം ഇപ്പോൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞ ഈ ഗ്രഹവിന്യാസം നാളെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യം അല്ലെങ്കിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്.
രോഹിണി നക്ഷത്രത്തിന് തൊഴിൽപരമായി വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതായ ഒരു ദിവസമായിരിക്കും നാളെ. ഈ ഇടയായിട്ട് തൊഴിൽ തടസ്സമാണ് നിങ്ങളെ ഒരുപാട് വേട്ടയാടുന്നത്. തൊഴിലിൽ, അതായത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കിട്ടും, സ്ഥിരപ്പെടും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതേ ഉള്ളൂ, അങ്ങോട്ട് സ്ഥിരമാക്കിയിട്ടില്ല താനും. അങ്ങനെയുള്ളൊരവസ്ഥ മാറും, മുന്നേറ്റം ഉണ്ടാകും. ചൊവ്വയുടെ അനുകൂലമായ ഒരു സ്ഥാനം കാരണം തടസ്സപ്പെട്ട് കിടന്ന ധനം കൈകളിൽ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. കുടുംബത്തിലും നിങ്ങളുടെ ഈ ഒരു ഭാഗ്യം കാരണം സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയത് തിരികെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അപ്പോൾ നാളെ രാവിലെ അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അതല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്താവുന്നതാണ്. ഇനി വിഷ്ണു സഹസ്രനാമം വീട്ടിലിരുന്ന് ജപിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ വെറും കൈയോടെയല്ല, ഒരു തുളസിമാല സമർപ്പിക്കുന്നത് നാളത്തെ ദിവസം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഒക്കെയും നിങ്ങളിലേക്ക് ഇരട്ടിയായി വന്നു ചേരുന്നതിന് ഒരുപാട് സഹായിക്കും. ഇനി രണ്ടാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. നാളെ അത്തം നക്ഷത്രക്കാരുടെ നിങ്ങളുടെ സ്വന്തം നക്ഷത്രം കൂടിയാണ്. അത്തം നക്ഷത്രമാണ് നാളെ. ചന്ദ്രൻ്റെ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ഭഗവാൻ ചന്ദ്രൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഉള്ളതിനാൽ നാളത്തെ ദിവസം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരു കുറവും കുറ്റവും കൂടാതെ ചെയ്തു തീർക്കാൻ, വേഗത്തിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ നല്ല വാർത്തകൾ ലഭിക്കുകയും പുതിയ ചില സൗഹൃദങ്ങൾ വഴി ഭാവിയിലേക്കും അതൊരു മുതൽക്കൂട്ട് അല്ലെങ്കിൽ നേട്ടമായി മാറുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. നാളെ നിങ്ങൾ രാവിലെയോ വൈകിട്ടോ, കൃത്യമായി പറഞ്ഞാൽ രാവിലെ ചെയ്യുന്നതാണ് ഉത്തമം. കാരണം രാവിലെ ചെയ്ത് പിന്നീട് നമുക്ക് ആ ഒരു ദിവസം പൂർണ്ണമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരാം. അതായത് നാളെ രാവിലെ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത്, നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞൊരു അർച്ചനയോ അതല്ലെങ്കിൽ ഒരു വിളക്കോ വഴിപാടായിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകൾ, വിഷമങ്ങളൊക്കെ പൂർണ്ണമായും മാറി മനഃശക്തി വീണ്ടെടുക്കുന്നതിന് ഒരുപാട് സഹായകമാകും. ഇനി മൂന്നാമത് പൂയം നക്ഷത്രമാണ്. സൂര്യനും വ്യാഴവും നിങ്ങളുടെ രാശിയിൽ, അതായത് കർക്കിടകം രാശിയിൽ നിൽക്കുന്നതിനാൽ നാളെ പൂയം നക്ഷത്രക്കാർക്ക് രാജയോഗ സമാനമായ ഒരു ദിവസമാണ്. രാജയോഗം എന്ന് പറയുമ്പോൾ എല്ലാവിധ അഷ്ടൈശ്വര്യങ്ങളോടു കൂടിയുള്ള ഒരു സുദിനം. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും. പരീക്ഷാധികാര്യങ്ങളിൽ അല്ലെങ്കിൽ അഭിമുഖങ്ങളിൽ വിജയം വന്നു ചേരും. പുതിയ വീട് അല്ലെങ്കിൽ വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. നാളെ നിങ്ങൾ ശിവഭഗവാനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ശിവക്ഷേത്ര ദർശനം നടത്താം. ഭഗവാന് ധാരയോ അതല്ലെങ്കിൽ പിൻവിളക്കോ വഴിപാടായി നടത്തുന്നതൊക്കെ നാളത്തെ ദിവസം ദോഷങ്ങളെ നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റി ഭാഗ്യം, ഈ പൂർണ്ണമായി പറഞ്ഞിരിക്കുന്ന ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് അല്ലെങ്കിൽ ഭാഗ്യം സഹായമായി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതിന് വർദ്ധിക്കുന്നതാണ്. ഇനി അടുത്തതായി നാലാമത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ശനിയുടെ സ്വാധീനം പോസിറ്റീവായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാളത്തേത്. ഒരുപാട് നാളുകളായി അലട്ടിയിരുന്ന ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുമുണ്ട്, മാനസികമായ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും. കടബാധ്യതകളുണ്ട് ഒരുപാട്, അതാണ് മാനസികമായി ഒരുപാട് നിങ്ങളെ തളർത്തുന്നത്. അപ്പോൾ കടബാധ്യതകൾ തീർക്കാനുള്ള വഴി ഒറ്റ ദിവസം കൊണ്ട് കയ്യിലേക്ക് പണം വന്നു ചേരുമല്ല, ചില ചെറിയ തോതിലുള്ള വഴികൾ വന്നു ചേരും. ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളോ അല്ലെങ്കിൽ ഒരു ജോലിക്കുള്ള കാര്യങ്ങളോ ഒക്കെ വന്നു ചേരും. തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്കായിരിക്കും നാളത്തെ ദിവസം ഏറ്റവും വലിയ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം. ഭാഗ്യം എന്ന് പറയുമ്പോൾ ഒരു തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നൊരു സുഹൃത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന, അങ്ങനെ ഭാവിയിൽ ഒരു സന്തോഷിക്കാനുള്ള വക നാളത്തെ ദിവസം ഉണ്ടാകും. അല്ലെങ്കിൽ നാളത്തെ ദിവസം മുതൽ ഒരു തുടക്കം വന്നു ചേരും എന്ന് സാരം. നിങ്ങൾ അടുത്ത് ശാസ്താക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിലും നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. അപ്പോൾ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞു, കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. നാളത്തെ ദിവസം ഭാഗ്യം ആധിക്യത്തോടു കൂടി കൂടുതലായി ഉള്ളത് ഈ കൂട്ടർക്കാണ്. ഇനി പറയാത്ത നക്ഷത്രക്കാർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ജ്യോതിഷം ഒരു വഴിവിളക്കാണ്, എപ്പോഴും ഞാൻ എല്ലാ അധ്യായങ്ങളിലും പറയാറുണ്ട്.
കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ജ്യോതിഷം എന്നതിനെ ഒരു വിളക്കായി കണ്ട് നിങ്ങളുടെ കർമ്മം ആ വെളിച്ചത്തിലൂടെ നിങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. പ്രപഞ്ചത്തിൻ്റെ നല്ല ഊർജ്ജം ഉൾക്കൊണ്ട് ഈ പറഞ്ഞ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് നാളത്തെ ദിവസം ചെയ്യാം, ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ നല്ല ചിന്തകളോട് മാത്രം എഴുന്നേൽക്കുക. തലേ ദിവസം പരാജയം ഉണ്ടായി, ഇപ്പോൾ ഇന്നും അല്ലെങ്കിൽ നാളെയും എനിക്കത് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തല തല്ലിക്കൊണ്ടോ അല്ലെങ്കിൽ മനസ്താവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വയം പഴിച്ചുകൊണ്ടോ എഴുന്നേറ്റാൽ അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എഴുന്നേൽക്കാതെ നല്ല ചിന്തകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. പ്രപഞ്ചം നമുക്കായി കാത്തുവച്ചിരിക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് എന്നതുകൂടി മനസ്സിൽ ഒന്ന് ചിന്തിച്ചോളുക. ഈ ഗ്രഹങ്ങളുടെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു വെളിച്ചമായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. ഇതുപോലുള്ള കൃത്യമായ പഞ്ചാംഗ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അധ്യായവുമായി തുടർന്ന് വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.